ഹലോ വിദ്യാർത്ഥികളെ, NIOSൻ്റെ ബിസിനസ് സ്റ്റഡീസിലെ മൂന്നാമത്തെ അധ്യായം ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന ഭാഗമാണ് നമ്മൾ ഇവിടെ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ബിസിനസ് എൻവയോൺമെൻറ്റിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ നോക്കാനുള്ളത് എന്നത് നമുക്ക് ചോദ്യങ്ങളുടെയും ഉത്തരങ്ങളുടെയും രൂപത്തിൽ നമുക്ക് മെയിൻ പോയിൻറ്റ്സ് എന്ന രൂപത്തിൽ നമുക്ക് ആദ്യം നോക്കിയതിന് ശേഷം നമുക്ക് കണ്ടെത്താം. 100 ചോദ്യങ്ങളിലൂടെയാണ് നമ്മളിത് പഠിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അത് ബിസിനസ്സിനെ ബാധിക്കുന്ന എല്ലാ ബാഹ്യ ശക്തികളെയും അർത്ഥമാക്കുന്ന ഒന്നാണ് ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. ബിസിനസ് എൻവയോൺമെൻറ്റ് മീൻസ് ഓൾ എക്സ്റ്റേണൽ ഫോഴ്സസ് ദാറ്റ് അഫക്റ്റ് എ ബിസിനസ്. ഒരു ബിസിനസ്സിനെ അഫക്റ്റ് ചെയ്യുന്ന എല്ലാ എക്സ്റ്റേണൽ ഫോഴ്സസും അതിൻ്റെ ഭാഗമാണ്. എന്തൊക്കെയാണ് ആ ഫോഴ്സസ്? ഇത് ബിസിനസ്സിൻ്റെ നിയന്ത്രണത്തിന് വെളിയിലുള്ള കാര്യമാണ്. ബിസിനസ്സിന് ആ ബാഹ്യ ശക്തികളെ നിയന്ത്രിക്കാൻ കഴിയില്ല. ദീസ് എക്സ്റ്റേണൽ ഫോഴ്സസ് ആർ ഔട്ട്സൈഡ് ദ കൺട്രോൾ ഓഫ് ദ ബിസിനസ്. ബിസിനസ്സിൻ്റെ നിയന്ത്രണത്തിന് വെളിയിലാണ് ഈ ബാഹ്യ ശക്തികൾ എന്ന് പറയാം. ഒരു ബിസിനസ് പ്രവർത്തനത്തിൽ ഒറ്റപ്പെട്ട് ഒരു കമ്പനിക്ക്, ഒരു സ്ഥാപനത്തിന് മാറി നിന്നുകൊണ്ട് അതിൻ്റെ പരിസ്ഥിതിയിൽ നിന്ന് ഐസൊലേറ്റഡായി നിന്നുകൊണ്ട് അതിന് ബിസിനസ് ഓപ്പറേഷൻസ് നടത്താൻ സാധിക്കില്ല. ബിസിനസ് ഡസ് നോട്ട് ഓപ്പറേറ്റ് ഇൻ ഐസൊലേഷൻ. അപ്പോൾ ഒരു ലാർജർ എൻവയോൺമെൻറ്റിലാണ് ബിസിനസ് പ്രവർത്തിക്കുന്നത്. ഇറ്റ് ഫങ്ഷൻസ് വിത്തിൻ എ ലാർജർ എൻവയോൺമെൻറ്റ്. അതുപോലെ തന്നെ ബിസിനസ് എൻവയോൺമെൻറ്റ്, ബിസിനസ്സിലെ നമ്മളെടുക്കുന്ന തീരുമാനങ്ങളെ ഒക്കെ ബിസിനസ് എൻവയോൺമെൻറ്റ് കൊണ്ട് സ്വാധീനിക്കപ്പെട്ടാണ് നമ്മളൊരു തീരുമാനങ്ങൾ എടുക്കുന്നത്. ഗവൺമെൻറ് മാറ്റം, അല്ലെങ്കിൽ രാജ്യത്തെ ആകമാനമുള്ള സാമ്പത്തിക നില, ബിസിനസ്സിൻ്റെ മാന്ദ്യ കാലഘട്ടം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ബാഹ്യ ഘടകങ്ങളാൽ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്ത് തന്നെയാണ് ബിസിനസ്സിൻ്റെ ഡിസിഷൻസ് ഒക്കെ സംഭവിക്കുന്നത് എന്നുള്ളതാണ്. ഇനി ഈ ബിസിനസ് എൻവയോൺമെൻറ്റ് തീർച്ചയായിട്ടും ബിസിനസ്സിൻ്റെ പെർഫോമൻസിനെ നന്നായി ബാധിക്കുന്നു. ഇറ്റ് ഓൾസോ അഫക്ട്സ് ദ ബിസിനസ് പെർഫോമൻസ്. ബിസിനസ് എൻവയോൺമെൻറ്റ് എപ്പോഴും ഒരേപോലെ ഇരിക്കില്ല, ഇടയ്ക്കിടയ്ക്ക് അത് മാറിക്കൊണ്ടേയിരിക്കും. എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നത് എന്ന അർത്ഥത്തിൽ നമ്മൾ പറയുന്നത് ഡൈനാമിക് എന്ന വാക്കാണ്. ബിസിനസ് എൻവയോൺമെൻറ്റ് ഈസ് ഡൈനാമിക് ഇൻ നേച്ചർ. ഇറ്റ് കീപ്സ് ഓൺ ചേഞ്ചിങ് എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നു. ഇറ്റ് കീപ്സ് ചേഞ്ചിങ് കണ്ടിന്യൂസ്ലി. ബിസിനസ് എൻവയോൺമെൻറ്റ് ചേഞ്ചസ് മേ ബി സ്മോൾ ഓർ ലാർജ്. നോക്കൂ, ചിലപ്പോൾ ചെറിയ മാറ്റമായിരിക്കാം, ചിലപ്പോൾ വലിയ മാറ്റമായിരിക്കാം ബിസിനസ് പരിസ്ഥിതിയിൽ ഉണ്ടാവുക. മറ്റൊരു പോയിന്റ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാനുള്ളത്, നമ്മുടെ ബിസിനസ്സും ഈ മാറ്റങ്ങളോടൊപ്പം എൻവയോൺമെൻറ്റിൽ ഉണ്ടാകുന്ന ചേഞ്ചസിനോട് അഡ്ജസ്റ്റ് ചെയ്ത് വേണം പ്രവർത്തിക്കാനായിട്ട്. ബിസിനസ് മസ്റ്റ് ഹാവ് ടു അഡ്ജസ്റ്റ് വിത്ത് ദീസ് എക്സ്റ്റേണൽ ചേഞ്ചസ് ദാറ്റ് ആർ ഹാപ്പണിങ്. ഇനി ബിസിനസ് എൻവയോൺമെൻറ്റിന് പല ഘടകങ്ങളുണ്ട്, പല ഉപഘടകങ്ങൾ, മെനി കോമ്പോണൻസ് ഉണ്ടെന്ന് പറയാം. ഈ കോമ്പോണൻസ് എല്ലാം തന്നെ പരസ്പര ബന്ധിതമാണെന്ന് പറയാം. ഒരു ഘടകത്തിൽ മാറ്റം ഉണ്ടായാൽ അത് സ്വാഭാവികമായിട്ട് മറ്റു ഘടകങ്ങളിലും മാറ്റം ഉണ്ടാകും. എ ചേഞ്ച് ഇൻ വൺ ഫാക്ടർ ഓൾസോ അഫക്ട്സ് ഇൻ ദി അതർ ഫാക്ടേഴ്സ്. ബിസിനസ് എൻവയോൺമെൻറ്റ് വളരെ സങ്കീർണമാണ് എന്ന് തന്നെ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഒരു ബിസിനസ് എൻവയോൺമെൻറ്റിനെ പൂർണ്ണമായും മനസ്സിലാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രയാസമേറിയ ഒരു കാര്യമാണ്. എന്തായാലും ബിസിനസ് എൻവയോൺമെൻറ്റിന് നമുക്ക് കുറേ അവസരങ്ങൾ നൽകുന്നുണ്ട്. ചില മാറ്റങ്ങൾ നമുക്ക് പുതിയ അവസരങ്ങൾ നൽകും ബിസിനസ്സിന് ഉയർന്നു വരുവാനായിട്ട്. ചില ബിസിനസ് എൻവയോൺമെൻറ്റിൽ ഉണ്ടാകുന്ന ചില മാറ്റങ്ങൾ അത് നമുക്ക് ഭീഷണിയായിട്ടും വരും, ത്രെട്ടായിട്ടും വരും. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കാം. ബിസിനസ്സിന് ഗ്രോത്തിന് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് പലപ്പോഴും ബിസിനസ് എൻവയോൺമെൻറ്റിലൂടെ നമുക്ക് ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ചില ഭീഷണികളായിട്ട് വരുന്ന മാറ്റങ്ങളും ഉണ്ടാവാറുണ്ട് ബിസിനസ് എൻവയോൺമെൻറ്റിൽ. അപ്പോൾ ഈ ത്രെട്ടുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് ബിസിനസ്സിന് പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ എന്തായാലും ബിസിനസ് എൻവയോൺമെൻറ്റിനെ കുറിച്ചുള്ള ഒരു അവബോധം നമുക്കുണ്ടാവുക, അല്ലേ? ബിസിനസ് നടത്തുന്ന ഓണർക്കായാലും അല്ലെങ്കിൽ ബിസിനസ് കുറിച്ച് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായാലും ബിസിനസ് എൻവയോൺമെൻറ്റ് എന്താണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു അവയർനെസ് ഉണ്ടെങ്കിൽ ബിസിനസ് ഓണേഴ്സിന് അത് പ്ലാൻ ചെയ്യാൻ സാധിക്കും. അതിനനുസരിച്ച് തങ്ങളുടെ ബിസിനസ്സിനെ പ്ലാൻ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. നല്ല തീരുമാനങ്ങൾ എടുക്കാനായിട്ട്, ബെറ്റർ ഡിസിഷൻ മേക്കിങ്ങിന് ഇത് സഹായിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ആശയം. ദി ബിസിനസ് എൻവയോൺമെൻറ്റ് ഈസ് ബ്രോഡ്ലി ഡിവൈഡഡ് ഇൻ ടു പാർട്സ്. ബിസിനസ് എൻവയോൺമെൻറ്റ് പ്രധാനമായും 2 ഭാഗങ്ങളായിട്ട് തിരിക്കാം. എന്തൊക്കെയാണ്? ഒന്ന് ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റുമുണ്ട്, വേറൊന്ന് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റുമുണ്ട്. ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിനകത്ത് ഉള്ള കാര്യങ്ങളാണ്. എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിന് വെളിയിലുള്ള കാര്യങ്ങളാണ്. ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് എക്സിസ്റ്റ് വിത്തിൻ ദ ബിസിനസ്. ബിസിനസ് എൻവയോൺമെൻറ്റിലെ ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് ബിസിനസ്സിനുള്ളിലാണ്
പ്രവർത്തിക്കുന്നതെങ്കിൽ, നിലകൊള്ളുന്നതെങ്കിൽ ബിസിനസ്സിനകത്ത് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അത് ബിസിനസ്സിൻ്റെ തീരുമാനമെടുക്കലിനെയും പ്രവർത്തനത്തെയൊക്കെ സ്വാധീനിക്കുന്ന ആഭ്യന്തര ഘടകങ്ങൾ. എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് എക്സിസ്റ്റ് ഔട്ട്സൈഡ് ദ ബിസിനസ്. അതിന്മേൽ ബിസിനസ്സിന് യാതൊരു നിയന്ത്രണവുമില്ല. ബിസിനസ്സിന് വെളിയിലാണ് ബാഹ്യ ഘടകങ്ങൾ. ഗവൺമെൻറ് മാറ്റം ഉണ്ടാവുക, പുതിയ നിയമങ്ങൾ വരിക, ഇതിനൊന്നും ബിസിനസ്സിന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കില്ല. അതിനനുസരിച്ച് നമ്മൾ പൊരുത്തപ്പെടുകയേ നിവൃത്തിയുള്ളൂ. സാമ്പത്തിക രംഗത്തുണ്ടാകുന്ന മാന്ദ്യം അല്ലെങ്കിൽ കുതിപ്പ്, ഇതൊക്കെ ബിസിനസ് എൻവയോൺമെൻറ്റിൽ എക്സ്റ്റേണലായി സംഭവിക്കുന്ന കാര്യങ്ങളാണ്. എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് അഫക്ട്സ് ഓൾ ഫേംസ്. നോക്കൂ, എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് നമ്മുടെ കമ്പനിയെ മാത്രമല്ല എല്ലാ സ്ഥാപനങ്ങളെയും ഒരുപോലെ ബാധിക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. എന്നാൽ ഇന്റേണൽ എൻവയോൺമെൻറ്റ് ആണെങ്കിലോ അത് കുറേയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഇന്റേണൽ ബിസിനസ് എൻവയോൺമെൻറ്റ് ക്യാൻ ബി കൺട്രോൾഡ്. എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് കനോട്ട് ബി കൺട്രോൾഡ്. എന്നാൽ ബാഹ്യ ബിസിനസ് എൻവയോൺമെൻറ്റിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല. എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് ഈസ് ഫർദർ ക്ലാസിഫൈഡ്. എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിനെ നമുക്ക് പിന്നെയും തരംതിരിക്കാൻ സാധിക്കും. ഇറ്റ് ഇൻക്ലൂഡ്സ് മൈക്രോ എലമെൻറ്റ്സ് ആൻഡ് ഓൾസോ ദ മാക്രോ എലമെൻറ്റ്സ്. എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിൽ തന്നെ സൂക്ഷ്മ ഘടകങ്ങളുമുണ്ട്, അതുപോലെ തന്നെ സ്ഥൂലമായ ഒന്നാകെ ഉള്ള ഘടകങ്ങളുമുണ്ട്. മാക്രോ എൻവയോൺമെൻറ്റുമുണ്ട്. എന്താണ് മാക്രോ എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ? എല്ലാ ഇൻഡസ്ട്രികളെയും ഒരുപോലെ ബാധിക്കുന്ന, അഫക്റ്റ് ചെയ്യുന്ന ഘടകങ്ങളാണ്, എലമെൻറ്റ്സ് ആണ് മാക്രോ എൻവയോൺമെൻറ്റൽ എലമെൻറ്റ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദി ഇക്കണോമിക് എൻവയോൺമെൻറ്റ് റിലേറ്റ്സ് ടു ഇക്കണോമിക് കണ്ടീഷൻസ്. ഇക്കണോമിക് എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ അർത്ഥം അത് സാമ്പത്തിക അവസ്ഥകളാണ്, എക്കണോമിക് കണ്ടീഷൻസ് ആണ്. ഇറ്റ് ഇൻക്ലൂഡ്സ് ഇൻകം ലെവൽ ഓഫ് പീപ്പിൾ. ജനങ്ങളുടെ വരുമാന നിലയും അതിനകത്ത് ഭാഗമായിട്ട് വരുന്നുണ്ട്. ഇറ്റ് ഇൻക്ലൂഡ്സ് ഇൻകം ലെവൽ ഓഫ് ദ പീപ്പിൾ. ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ്സ് ഇക്കണോമിക് ഗ്രോത്ത്. ഇക്കണോമിക് ഗ്രോത്ത് അതിനെയും അത് ബാധിക്കുന്നുണ്ട്. ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ്സ് ഇക്കണോമിക് ഗ്രോത്ത്. അത് സാമ്പത്തിക വളർച്ചയെയും അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. ഇൻഫ്ലേഷൻ അഫക്ട്സ് പർച്ചേസിംഗ് പവർ. പണപ്പെരുപ്പം സ്വാഭാവികമായിട്ടും നമ്മുടെ പർച്ചേസിംഗ് പവറിനെ ബാധിക്കുന്നുണ്ട്. എന്താണ് പർച്ചേസിംഗ് പവർ? ക്രയശേഷി, വാങ്ങൽ ശേഷി. പണപ്പെരുപ്പം രാജ്യത്തുണ്ടായാൽ തീർച്ചയായിട്ടും അത് ഉപഭോക്താവിൻ്റെ വാങ്ങൽ ശേഷിയെ കുറയ്ക്കും. നമ്മുടെ സാധനങ്ങളുടെ കച്ചവടം കുറയും, സെയിൽസിനെ തീർച്ചയായിട്ടും അത് ബാധിക്കും. പണപ്പെരുപ്പത്തെക്കുറിച്ചാണ് പറഞ്ഞത് അല്ലേ. ഇൻട്രസ്റ്റ് റേറ്റ്സ് ഇൻഫ്ലുവൻസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ. നോക്കൂ, രാജ്യത്തുണ്ടാകുന്ന പലിശ നിരക്കിൽ റിസർവ് ബാങ്ക് വരുത്തുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് പലിശ നിരക്കിലുണ്ടാകുന്ന മാറ്റം സ്വാഭാവികമായിട്ടും ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസിൽ മാറ്റങ്ങൾ ഇല്ലേ. പണം കൂടുതൽ മുടക്കണമോ വേണ്ടയോ എന്നുള്ള തീരുമാനത്തെ, അപ്പോൾ ബിസിനസ്സിൽ നമ്മൾ എടുക്കേണ്ട പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് വേണോ വേണ്ടയോ എന്നുള്ളതൊക്കെ നമ്മൾ, കാരണം ലോണുകൾ വലിയ ഹൈ ഇൻട്രസ്റ്റിൽ ലോൺ എടുത്തുകൊണ്ട് ബിസിനസ്സിൽ ഇറക്കാനായിട്ട് നമ്മൾ മടിക്കും സ്വാഭാവികമായിട്ടും. സോ അപ്പോൾ അത് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനുകളെയൊക്കെ ബാധിക്കും എന്നുള്ളതാണ്. സോ എക്കണോമിക് പോളിസികൾ, രാജ്യത്ത് ഗവൺമെൻറ്റിൽ കൊണ്ടുവരുന്ന പുതിയ സാമ്പത്തിക നയങ്ങൾ അല്ലേ, ഓരോ വർഷങ്ങളിലും പുതിയ മാറ്റങ്ങളൊക്കെ പരിഷ്കാരങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ അത് ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങളെ അഫക്റ്റ് ചെയ്യും. നോക്കൂ, ലിബറലൈസേഷൻ ആണ് കൊണ്ടുവരുന്നതെങ്കിലോ അത് പ്രൈവറ്റ് ബിസിനസ്സുകളെ എൻകറേജ് ചെയ്യുന്നതാണ്. എന്നാൽ പ്രൈവറ്റൈസേഷൻ എന്നൊരു നയമാണ് ഗവൺമെൻറ് കൊണ്ടുവരുന്നതെങ്കിലോ അപ്പോൾ ഗവൺമെൻറ്റിന് നിയന്ത്രണം കുറേയൊക്കെ കുറയ്ക്കുന്നു, കമ്പനികളെയൊക്കെ കുറച്ചൊക്കെ ഫ്രീ ആയിട്ട് വിടുന്നു. അതാണ് പ്രൈവറ്റൈസേഷൻ. ഗ്ലോബലൈസേഷൻ കണക്ട്സ് മാർക്കറ്റ്സ് വേൾഡ് വൈഡ്. ലോകമെമ്പാടുമുള്ള വിപണികളെ പരസ്പരം ബന്ധിപ്പിക്കുകയാണ് ആഗോളവൽക്കരണം ചെയ്യുന്നത്. ഇക്കണോമിക് എൻവയോൺമെൻറ്റ് ചേഞ്ചസ് റാപ്പിഡ്ലി. നോക്കൂ, സാമ്പത്തികമായ പരിസ്ഥിതി എന്ന് പറയുന്നത് ബിസിനസ്സിനെ ബാധിക്കുന്ന ഒരു എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് തന്നെയാണ്. പക്ഷേ അത് ദ്രുതഗതിയിൽ മാറിക്കൊണ്ടിരിക്കും, എപ്പോഴും ഒരുപോലെ ഇരിക്കില്ല. റാപ്പിഡ് ചേഞ്ചസ് ഒക്കെ വരുന്ന ഒരു മേഖല തന്നെയാണ്. സോഷ്യൽ എൻവയോൺമെൻറ്റ് റിലേറ്റ്സ് ടു സൊസൈറ്റി ആൻഡ് കൾച്ചർ. സോഷ്യൽ എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ സമൂഹത്തെ ബാധിക്കുന്ന, നമ്മുടെ ആ നാടിൻ്റെ സംസ്കാരത്തെ ബാധിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് സാമൂഹ്യ പരിസ്ഥിതി എന്ന് പറയുന്നത്. ഒരു സമൂഹത്തിന് പറ്റാത്ത ബിസിനസ് ആ സമൂഹം അനുവദിക്കില്ല. സ്വാഭാവികമായിട്ട് ആ ബിസിനസ് അവിടെ പിടിച്ച് നിൽക്കാൻ ബുദ്ധിമുട്ടും. അപ്പോൾ ഓരോ നാടിൻ്റെയും കൾച്ചറിന് ഇണങ്ങുന്ന ബിസിനസ് മാത്രമാണ് ആ നാട്ടിൽ വിജയിക്കുകയുള്ളൂ. ഇറ്റ് ഇൻക്ലൂഡ്സ് കസ്റ്റംസ് ആൻഡ് ട്രഡീഷൻസ്. ആ നാടിൻ്റെ ആചാരങ്ങൾ, ആ നാടിൻ്റെ പാരമ്പര്യങ്ങൾ, കീഴ്വഴക്കങ്ങൾ, ഇതിനോടൊത്തിണങ്ങുന്ന ബിസിനസ്സുകൾക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കും. അതിനെതിരായിട്ടുള്ള ബിസിനസ്സുകൾ വന്നാലോ തീർച്ചയായിട്ടും അവയ്ക്ക് ആ നാട്ടിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. അപ്പോൾ കസ്റ്റംസും വാല്യൂസും ഒക്കെ സോഷ്യൽ എൻവയോൺമെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ആ സൊസൈറ്റിയുടെ കൾച്ചറിൻ്റെ ഭാഗമാണ്. ഇനി വാല്യൂസ് ആൻഡ് ബിലീഫ്സ് ആണെങ്കിലോ വിശ്വാസങ്ങളും മൂല്യങ്ങളും ഇൻഫ്ലുവൻസ് ദ കൺസ്യൂമർ ബിഹേവിയർ. അതും ഉപഭോക്താവിൻ്റെ പെരുമാറ്റത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ തന്നെയാണ്. സോ എഡ്യൂക്കേഷൻ ലെവൽ അഫക്ട്സ് ഡിമാൻഡ് ഫോർ പ്രൊഡക്ട്സ്. വിദ്യാഭ്യാസ നിലവാരം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്, അതും ഒരു പരിധിവരെയൊക്കെ എന്ത് ചെയ്യുന്നു, ഏതേത് തരം സാധനങ്ങളാണ് വേണ്ടിയിട്ടുള്ള ഡിമാൻഡാണ് കൂട്ടുക കുറയ്ക്കുക എന്നുള്ളതൊക്കെ അതിനെ സ്വാധീനിക്കുന്നുണ്ട്. ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ക്രിയേറ്റ് ന്യൂ നീഡ്സ്. പുതിയ ജനജീവിതത്തിൽ വരുന്ന പുതിയ ജീവിത ശൈലി മാറ്റങ്ങൾ പുതിയ തരത്തിലുള്ള ആവശ്യങ്ങൾക്കും പുതിയ തരം ഉൽപ്പന്നങ്ങളുടെ ഉപഭോഗത്തിന് വർധനയ്ക്കൊക്കെ കാരണമാകുന്നു എന്നാണ് പറഞ്ഞു വരുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഘടകങ്ങൾ ബിസിനസ്സിനെ
ബിസിനസ്സിൻ്റെ തീരുമാനമെടുക്കലിനെ, ഇൻവെസ്റ്റ്മെൻറ്റ് തീരുമാനത്തെ ഒക്കെ സ്വാധീനിക്കും. ഇനി പോപ്പുലേഷൻ ഗ്രോത്ത് ആണെങ്കിലോ തീർച്ചയായിട്ടും അത് മാർക്കറ്റിൻ്റെ സൈസിനെ എഫക്റ്റ് ചെയ്യുന്നതാണെന്ന് പറയാം. സോഷ്യൽ ട്രെൻഡുകളും സമൂഹത്തിൽ പുതിയ പുതിയ ട്രെൻഡുകൾ ഉയർന്നു വരും അല്ലേ, പ്രവണതകൾ. അപ്പോൾ അത് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ഡിസൈനിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കാരണമാകും. ഇനി ബിസിനസ് മസ്റ്റ് ആ ട്രെൻഡിനനുസരിച്ച് ട്രെൻഡി ആയിട്ടുള്ള പ്രോഡക്റ്റും ട്രെൻഡി ആയിട്ടുള്ള സ്റ്റൈലിലുമാണ് കൂടുതൽ കച്ചവടം നടക്കുക. സ്വാഭാവികമായിട്ടും കമ്പനികൾ അതിനനുസരിച്ച് അവരുടെ ഡിസൈനുകളിൽ മാറ്റം വരുത്തേണ്ടി വരും. അതുപോലെ തന്നെ ബിസിനസ് മസ്റ്റ് റെസ്പെക്ട് സോഷ്യൽ വാല്യൂസ്. ഒരു നാടിൻ്റെ സാമൂഹിക മൂല്യങ്ങളെ മാനിക്കാത്ത ബിസിനസ്സിന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ആ നാട്ടിൽ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി വളരെ പ്രധാനമാണ്. സമൂഹത്തോടുള്ള കമ്മിറ്റ്മെൻറ്റ് അത് ബിസിനസ്സിനെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ്. സോ എത്തിക്കൽ പ്രാക്ടീസസ് വിൽ ഡെഫിനറ്റ്ലി ഇംപ്രൂവ് ഗുഡ് വിൽ. നമ്മൾ വളരെ എത്തിക്കലായിട്ടുള്ള പ്രാക്ടീസസ്, അതായത് സദാചാരപരമായ ധാർമ്മിക നിഷ്ഠയുള്ള ശീലങ്ങൾ കൊണ്ട് അതിനെ മുറുകെ പിടിക്കുന്ന ബിസിനസ് ആണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അതിൻ്റെ പേരിൽ തന്നെ ഒരു സൽപ്പേരുണ്ടാകും എന്നത് തീർച്ചയാണ്. പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് രാഷ്ട്രീയ സാഹചര്യങ്ങളാണ്. ഇറ്റ് റിലേറ്റ്സ് ടു ഗവൺമെൻറ് ആക്ഷൻസ്. അത് ഗവൺമെൻറ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടാൽ ഇറ്റ് ഇൻക്ലൂഡ്സ് ഗവൺമെൻറ് സ്റ്റെബിലിറ്റി. ഗവൺമെൻറ്റിൻ്റെ സ്റ്റെബിലിറ്റിയും അതിൻ്റെ ഭാഗമാണ്. പൊളിറ്റിക്കൽ ഐഡിയോളജി അഫക്ട്സ് ബിസിനസ് പോളിസീസ്. രാഷ്ട്രീയമായിട്ടുള്ള ഐഡിയോളജികൾ ബിസിനസ്സിൻ്റെ നയങ്ങൾ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഗവൺമെൻറ് റെഗുലേഷൻസ് ഗൈഡ് ബിസിനസ് ഓപ്പറേഷൻസ്. ഗവൺമെൻറ്റിൻ്റെ റെഗുലേഷൻസ് ബിസിനസ് ഓപ്പറേഷൻസിന് ഗൈഡ് ചെയ്യുന്നു. ടാക്സ് പോളിസീസ് അഫക്റ്റ് പ്രോഫിറ്റ്സ്. അതുപോലെ തന്നെ നികുതി നയങ്ങൾ ലാഭത്തെ സ്വാഭാവികമായിട്ടും അത് ബാധിക്കുന്നുണ്ട് എന്ന് പറയാം. എന്നാൽ ടാക്സ് പോളിസി മാത്രമാണോ? ട്രേഡ് പോളിസി ഇല്ലേ, വ്യാപാര നയങ്ങൾ, അത് കയറ്റുമതി ഇറക്കുമതിയൊക്കെ ബാധിക്കാവുന്ന കാര്യങ്ങളാണ്. ട്രേഡ് പോളിസികൾ തീർച്ചയായിട്ടും ഇമ്പോർട്ടിനെ എക്സ്പോർട്ടിനെയൊക്കെ ബാധിക്കാവുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ചേഞ്ചസ് ക്രിയേറ്റ് അൺസർട്ടനിറ്റി. രാഷ്ട്രീയപരമായ മാറ്റങ്ങൾ അനിശ്ചിതാവസ്ഥയെ സൃഷ്ടിക്കാറുണ്ട്. സ്റ്റേബിൾ ആയിട്ടുള്ള ഗവൺമെൻറ് സപ്പോർട്ട്, ഗവൺമെൻറ്, അതായത് ഒരു നാട്ടിലെ ഗവൺമെൻറ് ഇടയ്ക്കും തലക്കും തകർന്നു വീണുകൊണ്ടിരിക്കുന്ന തരം സംവിധാനമാണെങ്കിൽ, ആർക്കും ഭൂരിപക്ഷം ഇല്ലാണ്ട് എപ്പോഴും ഗവൺമെൻറ് മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇത് ബിസിനസ്സിൻ്റെ ഗ്രോത്തിന് സഹായകരമാവില്ല. അതേസമയം സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഗവൺമെൻറ് ആണെങ്കിലോ അത് ബിസിനസ്സിൻ്റെ ഗ്രോത്തിന് സഹായകരമാണ് എന്നർത്ഥം. ബിസിനസ് മസ്റ്റ് ഫോളോ ലോസ്. ഒരു നാടിൻ്റെ നിയമത്തെ പിന്തുടരാത്ത, അതിനെതിർക്കുന്ന ബിസിനസ്സുകൾക്ക് വിജയിക്കാൻ കഴിയില്ല. നാടിൻ്റെ നിയമത്തെ ഫോളോ ചെയ്തുകൊണ്ടുള്ള ബിസിനസ്സുകൾക്ക് മാത്രമേ വിജയിക്കാൻ കഴിയൂ. ഇനി വയലേഷൻ ലീഡ്സ് ടു പെനാൽറ്റീസ്. അതുപോലെ തന്നെ വയോലേഷൻ അത് പെനാൽറ്റികളിലേക്ക് നയിക്കുന്നു എന്നുള്ളതാണ്. പെനാൽറ്റികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അല്ലേ. അപ്പോൾ നിയമലംഘനമാണ് വയലേഷൻ. അത് പലപ്പോഴും ബിസിനസ് നാട്ടിലെ നിയമങ്ങൾ ലംഘിച്ചു കഴിഞ്ഞാലോ അവർക്ക് പെനാൽറ്റികൾ അടയ്ക്കേണ്ടി വരും, പിഴകൾ അടയ്ക്കേണ്ടി വരും. അതായത് നിയമപരമായ എൻവയോൺമെൻറ്റ്, ലീഗൽ എൻവയോൺമെൻറ്റിനകത്ത് ആ നാടിൻ്റെ ലോസും റെഗുലേഷൻസും ഒക്കെ വരുന്നർത്ഥം. ലീഗൽ എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നാടിൻ്റെ ലോസും റെഗുലേഷൻസും ഒക്കെ ലീഗൽ എൻവയോൺമെൻറ്റ് ഭാഗമാണ്. ലീഗൽ എൻവയോൺമെൻറ്റ് കൺസിസ്റ്റ് ഓഫ് ലോസ് ആൻഡ് റെഗുലേഷൻസ്. ഇറ്റ് ഇൻക്ലൂഡ്സ് ലേബർ ലോസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ? തൊഴിൽ നിയമങ്ങൾ, ലേബർ ലോസ്. ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ്സ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ലോസ് അല്ലേ, ഉപഭോക്താവിനെ സംരക്ഷിക്കുന്ന നിയമങ്ങൾ. എൻവയോൺമെൻറ്റൽ ലോസ് പ്രൊട്ടക്റ്റ് നേച്ചറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന നിയമങ്ങളാണ് എൻവയോൺമെൻറ്റൽ ലോസ്. കമ്പനി ലോസ് ഉണ്ട്. കമ്പനികളുടെ നിയമങ്ങളെ ഏതൊക്കെയാണ്? കമ്പനികളെ ക്രമപ്പെടുത്താനായിട്ട്, അവയുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാനായിട്ട് ഗവൺമെൻറ് പാസ്സാക്കിയിരിക്കുന്ന ഇല്ലേ ഏറ്റവും ലേറ്റസ്റ്റ് കമ്പനി ആക്ട് എന്ന് പറയുന്നത് 2013 കമ്പനി ആക്റ്റാണ്. ഇനി അതുപോലെ തന്നെ എന്തിനാണ് നിയമങ്ങൾ? വ്യാപാര ശീലങ്ങളെ ന്യായമായും നീതിയുള്ളതുമാണ് എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ്. വളരെ ട്രേഡ് പ്രാക്ടീസസ്, നമ്മുടെ നാട്ടിൽ നടക്കുന്ന ട്രേഡ് പ്രാക്ടീസസ് എല്ലാം തന്നെ ഫെയർ ആണ്, നീതിനിഷ്ഠമാണ് എന്ന് എൻഷുർ ചെയ്യാനാണ്, എന്ന് ഉറപ്പുവരുത്താനാണ് ലോസിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത്. ലീഗൽ കംപ്ലയൻസ് ഈസ് ഓൾവേസ് കമ്പൽസറി. നിയമപരമായിട്ട് അനുസരിച്ച് പാലിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളത് കമ്പൽസറിയാണ്. ലോസ് സേഫ് ഗാർഡ് എംപ്ലോയീസ് ആൻഡ് കൺസ്യൂമേഴ്സ്. നിയമങ്ങൾ എപ്പോഴും അവിടുത്തെ തൊഴിലാളികളെയും ഉപഭോക്താക്കളെയും ഒക്കെ സുരക്ഷിതരായി കാത്തു സംരക്ഷിക്കുന്നത്. ലീഗൽ എൻവയോൺമെൻറ്റ് പ്രൊമോട്ട്സ് ഡിസിപ്ലിൻ. നിയമപരമായ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഡിസിപ്ലിനെ പ്രൊമോട്ട് ചെയ്യുന്നു. കാരണം അച്ചടക്കമുള്ള ബിസിനസ് ഉണ്ടാവണമെങ്കിൽ തീർച്ചയായിട്ടും നാടിൻ്റെ നിയമങ്ങളെ അനുസരിച്ച് പാലിച്ചു പോകണം. ഇനി ഇഗ്നറിങ് ലോസ് ഓൾവേസ് ഹാംസ് റെപ്യൂട്ടേഷൻ. നോക്കൂ, ഏതെങ്കിലും ഒരു ബിസിനസ് സ്ഥാപനം നിയമങ്ങളൊക്കെ അവഗണിച്ചു പോയാലോ അവരുടെ സൽപ്പേര്, റെപ്യൂട്ടേഷൻ അത് ഇല്ലാതാവും. അപ്പോൾ ഇപ്പോൾ ലീഗൽ എൻവയോൺമെൻറ്റിനെ കുറിച്ച് എത്ര നേരം പറഞ്ഞു. ഇനി നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്ന ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റിനെ കുറിച്ചാണ്. ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റ് റിലേറ്റ്സ് ടു ടെക്നോളജി ചേഞ്ചസ്.
ഉണ്ടോ? ടെക്നോളജി ചേഞ്ചസിനുമായി ബന്ധപ്പെട്ട കാര്യമാണത്. ന്യൂ ടെക്നോളജി ഇംപ്രൂവ്സ് പ്രൊഡക്ഷൻ എഫിഷ്യൻസി. പുതിയ സാങ്കേതിക വിദ്യ വരുമ്പോൾ ഉൽപ്പാദനം കാര്യക്ഷമമാവുന്നു. ഓട്ടോമേഷൻ റെഡ്യൂസസ് ഹ്യൂമൻ എഫേർട്ട്. ഓട്ടോമേഷൻ എപ്പോഴും എന്ത് ചെയ്യുന്നു? മനുഷ്യൻ്റെ അധ്വാനത്തെ കുറയ്ക്കുന്നു. ഓട്ടോമാറ്റിക് യന്ത്രങ്ങൾ വരുമ്പോൾ മനുഷ്യാധ്വാനം, റോബോട്ടിക്, AI പോലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും അത് മനുഷ്യാധ്വാനത്തെ കുറയ്ക്കുന്നു. ടെക്നോളജി ലോവേഴ്സ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. സാങ്കേതിക വിദ്യ ഉൽപ്പാദന ചെലവിനെ വല്ലാതെ താഴ്ത്തുന്നു എന്ന് പറയാം. ഇന്നവേഷൻ ക്രിയേറ്റ്സ് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ്. അപ്പോൾ പുത്തൻ ഐഡിയാസ് കണ്ടുപിടിക്കുന്നതിന് പറയുന്ന പേരാണ് ഇന്നവേഷൻ. ഇന്നവേഷൻ കൊണ്ടുവരുവാണെങ്കിൽ, ബിസിനസ് ഇന്നവേറ്റീവ് ഐഡിയാസ് കൊണ്ടുവരുവാണെങ്കിൽ നമുക്ക് മറ്റുള്ളവരോട് മത്സരിക്കുന്നതിന് ഒരു മെച്ചം കിട്ടുന്നു, ഒരു എളുപ്പം കിട്ടുന്നു. പഴഞ്ചൻ കാര്യങ്ങളുമായിട്ട് നമുക്കൊരിക്കലും പുതിയ കമ്പനികളോട് മത്സരിക്കാനാവില്ല. അപ്പോൾ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് നമ്മുടെ ബിസിനസ്സിന് കിട്ടണമെങ്കിൽ ഇന്നവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്നർത്ഥം. ഔട്ട്ഡേറ്റഡ് ടെക്നോളജി എഫിഷ്യൻസിയെ റെഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. ഡിജിറ്റലൈസേഷൻ ബിസിനസ്സിൻ്റെ മെത്തേഡുകളിൽ വലിയ മാറ്റം ഉണ്ടാകുന്നു, അടിമുടി മാറ്റം ഉണ്ടാകുന്നു. ഇനി കൊമേഴ്സ് പോലുള്ള കാര്യങ്ങൾ ിലൂടെ നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നാൽ നമുക്ക് മാർക്കറ്റ് റീച്ച് കൂട്ടാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ബിസിനസ്സിൻ്റെ പരസ്യങ്ങൾ. അതുപോലെ തന്നെ ടെക്നോളജി ഉപയോഗപ്പെടുത്തിയാൽ സ്കിൽഡ് വർക്ക് ഫോഴ്സ് വേണം. ടെക്നോളജി നടപ്പിലാക്കണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സ്കില്ലുള്ള വർക്ക് ഫോഴ്സ് വേണം. കണ്ടിന്യൂസ് ആയിട്ടുള്ള അപ്ഗ്രേഡേഷൻ നമുക്ക് എപ്പോഴും അത്യാവശ്യമാണ് എന്നുള്ളതാണ്. നമ്മൾ സാഹചര്യത്തിനനുസരിച്ച് മാറുന്നില്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിന് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. നാച്ചുറൽ എൻവയോൺമെൻറ്റിനെ കുറിച്ചാണ് അടുത്ത ഒരു കാര്യം പറയുന്നത്. എന്താണ്? സ്വാഭാവികമായ പ്രകൃതിപരമായ പരിസ്ഥിതിയാണ് ഉദ്ദേശിക്കുന്നത് നാച്ചുറൽ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. കാരണം പ്രകൃതി വിഭവങ്ങൾ വളരെ അത്യാവശ്യമാണ് ബിസിനസ്സിന്. വെള്ളമാണെങ്കിലും വായുവാണെങ്കിലും ഭൂമിയാണെങ്കിലും ഒക്കെ പ്രകൃതി വിഭവങ്ങളാണ്. ഇതൊക്കെ ഇല്ലാതെ ബിസിനസ്സുകൾക്ക് പ്രവർത്തിക്കാനാവില്ല. സോ ഇറ്റ് ഇൻക്ലൂഡ്സ് ലാൻഡ്, വാട്ടർ ആൻഡ് എയർ. നാച്ചുറൽ റിസോഴ്സസ് ആയിട്ടുള്ള നാച്ചുറൽ എൻവയോൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള കമ്പോണൻസ് ഇതൊക്കെയാണ്. ലാൻഡ്, വാട്ടർ, എയർ ഒക്കെയാണ്. റിസോഴ്സസ് ആർ ലിമിറ്റഡ് ഇൻ നേച്ചർ. ഈ നാച്ചുറൽ റിസോഴ്സസിന് ഒരു പരിധിയുണ്ട് നമുക്ക് ലഭ്യമാകുന്നതിന്. അത് പരിമിതമായ അളവിലാണുള്ളത്. പൊല്യൂഷൻ അഫക്ട്സ് സസ്റ്റൈനബിലിറ്റി. ഈ മലിനീകരണം എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ്സിൻ്റെ സുസ്ഥിരതയെ ബാധിക്കുന്നു. ബിസിനസ് മസ്റ്റ് പ്രൊട്ടക്റ്റ് അവർ എൻവയോൺമെൻറ്റ്. നമ്മുടെ എൻവയോൺമെൻറ്റിനെ ബിസിനസ്സിന് എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ് എന്നർത്ഥം. ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രാക്ടീസ് ആണ് നമ്മളെപ്പോഴും സ്വാഗതം ചെയ്യുക. കാരണം ഇതിനെക്കുറിച്ചൊക്കെ ജനങ്ങൾക്ക് അവബോധം ഉണ്ടാവണം എന്നുള്ളതാണ്. എൻവയോൺമെൻറ്റൽ അവയർനെസ് ഇന്നത്തെ കാലത്ത് വർദ്ധിച്ചുകൊണ്ട് വരുന്ന കാലമാണ്. ഇക്കോ ഫ്രണ്ട്ലി പ്രാക്ടീസസ് ആർ ഓൾവേസ് എൻകറേജ്ഡ്. എൻവയോൺമെൻറ്റൽ അവയർനെസ് ഈസ് ഇൻക്രീസിങ്. ഗവൺമെൻറ് എൻഫോഴ്സസ് എൻവയോൺമെൻറ്റൽ ലോസ്. ഗവൺമെൻറ് ആണെങ്കിൽ പരിസ്ഥിതി നിയമങ്ങൾ നിർബന്ധപൂർവ്വം നടപ്പിലാക്കുന്നു. എൻഫോഴ്സ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിർബന്ധമായും നടപ്പിലാക്കുക. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് വളരെ അത്യാവശ്യമാണ്. സുസ്ഥിര വികസനം വളരെ അത്യാവശ്യമാണ്. റെസ്പോൺസിബിൾ യൂസ് ഓഫ് റിസോഴ്സസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. വിഭവങ്ങളുടെ ഉത്തരവാദിത്തത്തോടെയുള്ള ഉപയോഗം വളരെ പ്രധാനമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇനി അണ്ടർസ്റ്റാൻഡിങ് ബിസിനസ് എൻവയോൺമെൻറ്റ് ഹെൽപ്സ് സർവൈവൽ. ബിസിനസ് എൻവയോൺമെൻറ്റിനെ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ സർവൈവലിനെ ഇത് ഉപകരിക്കുന്നു എന്നുള്ളതാണ്. ഇറ്റ് ഹെൽപ്സ് ഐഡൻറ്റിഫൈ ഓപ്പർച്യൂണിറ്റീസ് ഏർലി. നമുക്കൊരു അവസരം വരുമ്പോൾ അത് നേരത്തെ അറിയാനായിട്ട് സഹായിക്കും. നമ്മൾ ബിസിനസ്സിൻ്റെ അപ്പോഴുള്ള മാറ്റങ്ങൾ, ഓരോ ചെറിയ പരിസ്ഥിതി മാറ്റങ്ങളെയും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ് ആണെങ്കിൽ ഒരു പുതിയ അവസരം വരുമ്പോൾ അതൊരു നല്ല അവസരമാണല്ലോ എന്ന് അപ്പോൾ തന്നെ തിരിച്ചറിഞ്ഞ് അതിലേക്ക് എടുത്തു ചാടി അതിൻ്റെ നേട്ടങ്ങൾ കൊയ്തെടുക്കാനായിട്ട് കഴിയുന്നു. ഇറ്റ് റെഡ്യൂസസ് ബിസിനസ് റിസ്ക്. ബിസിനസ്സിൻ്റെ റിസ്കിനെ അത് റെഡ്യൂസ് ചെയ്യുന്നു. ഇറ്റ് ഇംപ്രൂവ്സ് അഡാപ്റ്റബിലിറ്റി. അത് നമുക്ക് സാഹചര്യത്തിനനുസരിച്ച് പൊരുത്തപ്പെടാനായിട്ടുള്ള കഴിവ് നമുക്ക് നൽകുന്നു. അതുപോലെ തന്നെ ഇറ്റ് ബിസിനസ് എൻവയോൺമെൻറ്റിലുള്ള മാറ്റങ്ങൾക്കനുസരിച്ച് നമുക്ക് അഡാപ്റ്റ് ആവാൻ കഴിഞ്ഞാൽ അത് നമ്മുടെ കമ്പനിയുടെ ലോങ് ടേം സർവൈവലിനും എക്സിസ്റ്റൻസിനും അതുപോലെ ലോങ് ടേം പ്ലാനിങ്ങിനും ഒക്കെ ഈ അഡാപ്റ്റബിലിറ്റി എന്ന് പറയുന്ന എലമെൻറ്റ് നമ്മളെ സഹായിക്കുന്നു എന്നുള്ളതാണ്. ഇറ്റ് ഇംപ്രൂവ്സ് കോമ്പറ്റീറ്റീവ് സ്ട്രെങ്ത്. മറ്റുള്ളവരോട്, എതിരാളികളോട് മത്സരിക്കുമ്പോൾ നമുക്ക് കരുത്ത് കൂടുതലുണ്ടാവുന്നു. ഇറ്റ് ഹെൽപ്സ് ഇൻ പോളിസി ഫോർമുലേഷൻ. നമ്മുടെ നയരൂപീകരണത്തിന് ഇത് വളരെയധികം സഹായകരവുമാണ്. ഇറ്റ് എൻഷുവേഴ്സ് ബിസിനസ് കണ്ടിന്യൂറ്റി. ബിസിനസ് നിൽക്കണോ കൂട്ടണോ എന്നുള്ള കാര്യം തീരുമാനിക്കുന്നതും കൂടി ബിസിനസ് എൻവയോൺമെൻറ്റിനെ കുറിച്ചുള്ള പഠനമാണ്. അപ്പോൾ ബിസിനസ്സിൻ്റെ കണ്ടിന്യൂറ്റി, നിലനിൽപ്പിനെ അത് ഉറപ്പുവരുത്തുന്നു. ബിസിനസ് സക്സസ് ഡിപ്പെൻഡ്സ് ഓൺ എൻവയോൺമെൻറ്റ് അവയർനെസ്. എൻവയോൺമെൻറ്റൽ അവയർനെസ്, പരിസ്ഥിതിപരമായ അവബോധം ആശ്രയിച്ചാണ് ബിസിനസ്സിൻ്റെ വിജയമിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ therefore we can say that studying business environment is very very essential. ബിസിനസ് എൻവയോൺമെൻറ്റിനെ കുറിച്ചുള്ള പഠനം വളരെ അത്യന്താപേക്ഷിതമാണ്. ഇതാണ് നമുക്ക് ബിസിനസ് സ്റ്റഡീസിലെ ഈ മൂന്നാമത്തെ ചാപ്റ്റർ, ബിസിനസ് എൻവയോൺമെൻറ്റ്. ഇത് പരീക്ഷയ്ക്ക് ഉള്ള ഒരു ചാപ്റ്റർ തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ആവർത്തിച്ച് കേൾക്കുക, നോട്ടിലേക്ക് എഴുതിയൊക്കെ പഠിക്കുക. താങ്ക് യു.